ഹലോ ഈശോയുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ നടക്കാതെ വരാറുണ്ട്. നമ്മളാൽ കഴിയുന്ന എല്ലാ രീതികളിലും നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ അതിന് മറുപടി ഉണ്ടാകാറില്ല. നമ്മൾ മാനസികമായി നിരാശരായി പോകാറുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നല്ല തൊഴിൽ ലഭിക്കുന്നില്ല, നല്ലൊരു വീട് വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല, അതുപോലെ തന്നെ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ എന്ത് തന്നെയായിരുന്നാലും രോഗം, അങ്ങനെയുള്ള കടഭാരം, ഇതിനെല്ലാം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഓരോ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തിയിട്ട് നമുക്കതിന് മറുപടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായും മറുപടി ലഭിക്കും. അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞാനൊരു കഥയിലൂടെ പറഞ്ഞു തരാം. ഈശോയും ശിഷ്യന്മാരും അതിഥികളായി എത്തിയ വിവാഹ സൽക്കാരത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. കാനായിലെ കല്യാണം. അവിടെ ഭംഗിയായി വിവാഹ സൽക്കാരം നടക്കുകയാണ്. ഈശോയുണ്ട്, ഈശോയുടെ ശിഷ്യന്മാരുണ്ട്, ഈശോയ്ക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ട്. കല്യാണം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്, അതിൻ്റെ ലഹരിയിലാണ്. വീഞ്ഞു കുടിച്ചും ഭക്ഷണം കഴിച്ചൊക്കെ ആഘോഷിക്കുന്നു. പെട്ടെന്ന് ഈശോയുടെ അമ്മ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ വീഞ്ഞിൻ്റെ സ്റ്റോക്ക് തീരാറായി, ഇനി എല്ലാവർക്കും കൊടുക്കാൻ തികയെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ വീഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ആ കുടുംബം അത്രയ്ക്കും അപമാനിക്കപ്പെടും സമൂഹത്തിൻ്റെ മുമ്പ്. ഈശോയുടെ അമ്മ ശിഷ്യഗണങ്ങളടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈശോ എന്തെങ്കിലും പറഞ്ഞാലേ അതങ്ങ് കണ്ണുടച്ചങ്ങ് ചെയ്തോണം, ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു. ഈശോ വന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണേ, നിങ്ങളെല്ലാവരും ആ പുറത്ത് കാണുന്ന കൽഭരണികൾ അതിനകത്ത് വെള്ളം നിറച്ചു വയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും പോയി വെള്ളം നിറച്ചു വെച്ചു. കാരണം ഈശോയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈശോ എന്തു പറയുന്നു അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? വെള്ളം നിറച്ചു വെച്ചു. ഈശോ രണ്ടാമത് പറയുകയാണ്, ഇത് കോരി വിരുന്നുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവർ വെള്ളം തൊട്ട് രുചിച്ച് നോക്കിയിട്ടില്ല. ഈശോ പറഞ്ഞതെന്തോ അത് ചെയ്യാൻ ആര് പറഞ്ഞിട്ടുണ്ട്? അമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ അത് ചെയ്യണം, ഈശോ പറയുന്നത് എന്തോ അതങ്ങ് ചെയ്തേരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങ് ചെയ്തു. പിന്നെ അവിടെ ഉള്ളവർക്കെല്ലാം കിട്ടിയത് എന്താണെന്നറിയോ? അവർ ജീവിതത്തിൽ കുടിച്ചിട്ടില്ലാത്ത രുചികരമായ നല്ല സ്വാദിഷ്ടമായ വീഞ്ഞാണ് അവർക്ക് ലഭിച്ചത്. നമ്മൾ ബൈബിളിൽ ആ സന്തോഷ ഭാഗങ്ങളും നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. ആ വിരുന്നുവാഴി സന്തോഷത്താൽ അവർ ആഘോഷിക്കുകയും ആ ആഘോഷം തുടർന്നു പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർ, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെ നിങ്ങളെപ്പറ്റി പറഞ്ഞേക്കാം, അവൻ്റെ കാര്യമെല്ലാം തീർന്നടാ, അല്ലെങ്കിൽ അവളുടെ കാര്യമെല്ലാം തീർന്നു, ആ പിള്ളേരൊക്കെ ഇനി എങ്ങനെ രക്ഷപ്പെടാനാടാ. നമ്മുടെ മുമ്പിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, എടാ ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല, ആൾ തീർന്നു പോകും. ഇവനൊക്കെ ഏത് കാലം ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനാടാ. ആ കുട്ടിക്ക് ബുദ്ധിയില്ലടാ, അതാ കുടുംബത്തിൻ്റെ പാരമ്പര്യമോ, അതെങ്ങനെ പഠിച്ച് രക്ഷപ്പെടാനാ. ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിലും നിങ്ങൾ അറിഞ്ഞും അറിയാതെയെല്ലാം നിങ്ങളെപ്പറ്റി പലരും പലതും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ നീറുന്നുണ്ടെങ്കിൽ, ഇന്നൊരു കാര്യം ചെയ്യ്, മാതാവിനോട് പോയി പറ, അമ്മ മാതാവേ ഒന്ന് മനസ്സിലാക്കണം, ഇവിടുത്തെ എല്ലാം തീർന്നു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ കൂട്ടിയാൽ ഇത് കൂടില്ല, ഞങ്ങളെ സഹായിക്കാനൊന്ന് ഈശോയോട് പറയണമേ. ഇത് മാത്രം നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. ഇനി അടുത്ത വീഡിയോകളിലൂടെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തേക്കുന്ന അത്ഭുതങ്ങളെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. സംശയിക്കേണ്ട കേട്ടോ, ഈശോ പറയും, നിങ്ങളതങ്ങ് ചെയ്താൽ മതി. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.